ചരിത്രപ്രസിദ്ധമായ ശിവാലയ ഓട്ടത്തിന് തുടക്കമായി. കന്യാകുമാരി ജില്ലയിലെ വിളവൻകോട്, കൽക്കുളം താലൂക്കുകളിലെ 70 കിലോമീറ്റർ ചുറ്റളവിലുള്ള 12 ശിവക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതാണ് ശിവാലയ ഓട്ടം. കുഴുത്തുറ തിരുമല ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് തിരുനട്ടാലം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോടെ ശിവാലയ ഓട്ടം സമാപിക്കും. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഭക്തർ ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുന്നത്. പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും നാളെ ഇങ്ങനെ ശിവരാത്രിക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ശിവാലയ ഓട്ടം ഞാൻ ആദ്യമായി കേൾക്കുകയാണ്. പക്ഷേ നമ്മുടെ അശ്വതിക്ക് ഈ ശിവാലയ ഓട്ടത്തെ കുറിച്ച് അധികം അറിവില്ല. എന്തായാലും ഇന്ന് ശിവാലയ ഓട്ടത്തിന് തുടക്കം ആകും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരുക്കങ്ങൾ, ഒപ്പം തന്നെ എങ്ങനെയാണ് ചടങ്ങുകൾ, ഒന്ന് വിശദീകരിക്കാം. പ്രത്യേകതകളാണ് പ്രശാന്ത് ആ ചടങ്ങിനുള്ളത്? അശ്വതി, രാഖി, ഈ ശിവാലയോട്ടം തെക്കൻ കേരളത്തിലെ, അതായത് തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ കന്യാകുമാരി ജില്ലകളിലെ ഒരു പ്രശസ്തമായ ഒരു ആചാരമാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ശിവാലയോട്ടത്തിന് പങ്കെടുക്കുന്നത്. ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച്, ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചാണ് ശിവാലയോട്ടം എന്ന ചരിത്രപരമായിട്ടുള്ളൊരു ആചാരം നടക്കുന്നത്. പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു ഈ കന്യാകുമാരി ജില്ലയെല്ലാം. അതുകൊണ്ട് തന്നെ മലയാളികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് എന്നൊരു വൈശിഷ്ട്യമുണ്ട്. ഒരു ക്ഷേത്രമല്ല, 12 ക്ഷേത്രങ്ങളാണ്. ഈ 12 ക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുക എന്നതാണ് ഈ ശിവാലയോട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൽക്കുളം താലൂക്കുകൾ, 2 താലൂക്കുകളായിട്ട് കന്യാകുമാരി ജില്ലയിലെ 2 താലൂക്കുകൾ, കൽക്കുളം, വിളവങ്കോട് താലൂക്കുകളിലെ 12 ക്ഷേത്രങ്ങളാണ്. ഏകദേശം 70 കിലോമീറ്റർ മുതൽ 100 കിലോമീറ്റർ വരെ ചുറ്റളവിലാണ് ഈ 12 ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്തത്. ഈ 12 ക്ഷേത്രങ്ങളിലും ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുക എന്നതാണ് ഈ ശിവാലയോട്ടം എന്ന ചടങ്ങ് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. വ്രതനിഷ്ഠയോടുകൂടി തന്നെയാണ് ഇവിടേക്ക് ഭക്തരെത്തുന്നത്. ഭക്തരെത്തി കുളിച്ച് പട്ടുവസ്ത്രങ്ങളെല്ലാം ധരിച്ച് ഭസ്മം ധരിക്കുവാനുള്ള സംവിധാനങ്ങളോട് കൂടി തന്നെ ഇവർ കൂട്ടമായി എത്തുകയും അവിടെ നിന്നും യാത്ര നടത്തുകയൊക്കെ ചെയ്യും. അതാണ് നമ്മൾ ഈ ശിവാലയോട്ടം എന്ന ചടങ്ങ് കൊണ്ട് കാണുന്നത്. പ്രത്യേകിച്ച് ആ തുടക്കത്തിൽ ഇത് കുഴുത്തുറയിലെ തിരുമല ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഈ ചടങ്ങുകൾക്ക് തുടക്കം. അതായത് ശിവാലയ ഓട്ടങ്ങളുടെ ആദ്യത്തെ ക്ഷേത്രമാണ് കുഴുത്തുറയിലെ തിരുമല ക്ഷേത്രം. അവിടെ നിന്നാണ്, ആ ക്ഷേത്രത്തിൽ നിന്ന് ദർശനം നടത്തിക്കൊണ്ടാണ് ശിവാലയ ഓട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് തിരുക്കുറിച്ചി ക്ഷേത്രം, തൃപ്പരപ്പ്, തിരുനന്ദിക്കര, പൊന്താന, പന്നിപ്പാക്കം തുടങ്ങി കൽക്കുളം, മേലാങ്കോട്, തിരുവൈടക്കാട്, തിരുവിതാംകോട്, തൃപ്പന്നിയോട്, തിരുനട്ടാലം തുടങ്ങിയ ക്ഷേത്രങ്ങളെ ദർശനം നടത്തും. ഇതിൽ തിരുനട്ടാലം ക്ഷേത്രത്തിലോടുകൂടി തന്നെ 12 ക്ഷേത്രങ്ങളും, തിരുനട്ടാലം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോടെ 12 ക്ഷേത്രങ്ങളിലെ ദർശനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും. അതോടുകൂടി തന്നെ ഈ വ്രതനിഷ്ഠ അവസാനിക്കുകയും ചെയ്യും. 21 ദിവസത്തെ വ്രതം നോറ്റുകൊണ്ടാണ് ഭക്തർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. വലിയ ഒരു സാഹസിക യാത്ര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ 12 ക്ഷേത്രങ്ങളിലും ഓടിയാണ്, ഒറ്റ ദിവസം കൊണ്ട് നടന്നും ഓടിയുമാണ് ഇവർ ദർശനം നടത്തി തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ശാരീരികമായിട്ടായാലും ശരി, ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ടാണ് ഭക്തർ ഈ ഒരു വലിയ ചടങ്ങിന് പങ്കെടുക്കുകയും സാക്ഷിയാകുകയും ഒക്കെ ചെയ്യുന്നത്. നിരവധി പേർ ഇവിടേക്ക് എത്തും ഇത്തരത്തിലുള്ള ചടങ്ങിന് സാക്ഷിയാകാൻ. ഇന്നാണ് ഈ തുടക്കം, ശിവരാത്രി. അതായത് ഈ നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുമ്പം ഈ തിരുമല ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ ഇവിടെ ഭക്തർ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. അതായത് ചടങ്ങുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഇത്തരത്തിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെയാണ് കൂടുതൽ ഭക്തരെത്തുന്നത്. അതായത് ശിവരാത്രി ദിവസം ഇന്ന് ഈ രാത്രിയോടുകൂടി തന്നെ ഭക്തർ കൂട്ടമായി ഇത്തരത്തിൽ ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കാൻ എത്തുകയും ഈ ഒരു രാത്രി കൊണ്ട് ഓട്ടം പൂർത്തിയാക്കി നാളെ പുലർച്ചെയാകുന്നതോടുകൂടി തന്നെ ഇത്തരത്തിൽ ഒരു പുലർച്ചെ ആകുന്നതോടുകൂടി തന്നെ ഇത്തരത്തിൽ ശിവരാത്രി പൂർത്തിയാക്കുകയും ചെയ്യും. അങ്ങനെ ഒരു രാത്രി ഉറങ്ങാതെ ഈ 12 ശിവക്ഷേത്രങ്ങളിലും ഓടുക എന്നതാണ് ഈ ഒരു ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും വിഷ്ണുനാമങ്ങൾ ചൊല്ലിക്കൊണ്ടാണ്, ഗോവിന്ദ ഗോപാല എന്ന വിഷ്ണുനാമം ചൊല്ലിക്കൊണ്ടാണ് ഈ ചടങ്ങിൽ ഈ ഭക്തർ പങ്കെടുക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ശിവക്ഷേത്രങ്ങളിലേക്ക് പങ്കെടുക്കുമ്പോൾ ശിവക്ഷേത്രങ്ങളിൽ ശിവൻ്റെ മന്ത്രമാണ് ചൊല്ലുന്നതെങ്കിൽ, നേരെ തിരിച്ച് ഇവിടെ ഈ ഇത്തരം ആചാരത്തിൽ, അതായത് ഈ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഈ ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ഭക്തർ ഗോവിന്ദ ഗോപാല എന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ടാണ് ഈ ഓട്ടം പൂർത്തീകരിക്കുന്നത്. അതിന് ചരിത്രപരമായിട്ടായാലും ശരി, അല്ലെങ്കിൽ ഐതിഹ്യപരമായിട്ട് ഇതിൽ കൃഷ്ണ ഭഗവാനുമായിട്ടും വിഷ്ണു ഭഗവാനുമായിട്ടും എല്ലാം ഒരു
ഐതിഹ്യമുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്, അതായത് ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ള വ്യാഘ്രപാത മഹർഷിയെ സംബന്ധിച്ചിടത്തും അതോടൊപ്പം തന്നെ മഹാഭാരതവുമായി ബന്ധപ്പെട്ടെല്ലാം ഈ ഐതിഹ്യങ്ങൾ കിടക്കുന്നുണ്ട്. ഈ ഐതിഹ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ശിവാലയ ഓട്ടം ആരംഭിക്കുകയും ചെയ്യുന്നത്. അത് ഭീമസേനനുമായി ബന്ധപ്പെട്ടും ഈ ആചാരം അതിൻ്റെ ഒരു ഭാഗമായിട്ടും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഇതിൻ്റെ ഒരു ആചാരങ്ങൾ ഭക്തർ പറയുന്നത്. എന്തായാലും ശരി, ആ ഒരു ആചാരത്തെ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തി തുടങ്ങുന്നത്. നമുക്കിപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ വലിയൊരു അനുഭൂതിയും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം വ്രതനിഷ്ഠയോടുകൂടി തന്നെയാണ് ഭക്തർ ഓരോരുത്തരും ഇവിടെ എത്തുന്നത്. ആ നെറ്റിയിൽ ഭസ്മം ധരിച്ച്, ശരീരത്തിൽ ആസകലം ഭസ്മം ധരിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഈ ശിവാലയ ഓട്ടം എന്ന ചടങ്ങിലേക്ക് പങ്കെടുക്കുകയും ആ ജീവിതത്തിൻ്റെ ഒരു നിർവൃതി നേടുകയും ചെയ്യും. ഓരോ വർഷവും കഴിയും തോറും നിരവധി ഭക്തർ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല എന്നതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ രാവിലെയാണ്, അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് നമുക്ക് ക്ഷേത്ര പരിസരത്ത് കാണാനില്ല. പക്ഷേ വൈകിട്ടോടുകൂടി വലിയ ഒരു ഭക്തജന പ്രവാഹം ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് അവർക്കുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർണ്ണമാണോ പ്രശാന്ത്? ഇല്ല പുതുക്കട ഇവിടെ തന്നെ. എങ്ങനെയാണ് ഈ ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്നത്? ചടങ്ങ് കാലത്ത് 5 മണി നടക്കും, 4 മണി നട നടക്കും, 5 മണിന് ദീപാവരണ പൂജ എല്ലാം നടക്കും. ശിവാലയോട്ടത്തിൻ്റെ ചടങ്ങുകളെല്ലാം ഭക്തരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പം ഇപ്പോൾ തുടങ്ങിയായി. ഇന്ന് ഇവിടുത്തെ ഇത് പൂജ ഉണ്ട്. നമ്മുടെ എന്തോ പേര് കാണാമല്ലോ, മറന്നുപോയാൽ. ഇന്ന് പ്രത്യേക പൂജകളൊക്കെ ഉണ്ടല്ലോ. പൂജ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇന്നുണ്ട്. ശരിയായി എനിക്ക് അറിയില്ല, ഇന്നുണ്ട് പ്രത്യേക പൂജ ഉണ്ട്. വിശേഷം എങ്ങനെയാ വെച്ചാൽ നാളെ യാമപൂജകളൊക്കെ ഉണ്ട്. 4 യാമപൂജകൾ നടക്കും നാളെ. പിന്നെ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ശിവരാത്രിക്ക് അന്ന് ശിവരാത്രിൻ്റെ തലേദിവസം ഇന്നലെ ഏകാദശി വ്രതമായിരിക്കും. ഇന്ന് ശിവാലയ ഓട്ടം രാവിലെ വരില്ല, ഉച്ച കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. വൈകിട്ട് ഇവിടുത്തെ ഈ 6 മണിക്ക് ദീപാരാധന കണ്ടിട്ട് ഓടാൻ തുടങ്ങും. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഓടുമ്പോഴാണ് രണ്ടാമത്തെ അമ്പലത്തിൽ കൊടിയേറ്റം നടത്തുന്നത്. അവിടെ കൊടിയേറ്റം നടത്തും. ഇവിടെ നിന്ന് രാത്രി നമ്മൾ പോകുമ്പോൾ ഒക്കെ പണ്ടെന്ന് വെച്ചാൽ ചൂട്ടും കൊളുത്തിക്കൊണ്ടാണ്. ഇപ്പോൾ അങ്ങനെയല്ല, തലേദിവസം തന്നെ തുടങ്ങി നാളെ രാത്രി വരെ ഇവിടെ നിന്ന് തുടങ്ങി പോകുന്ന ആൾക്കാരുണ്ടാവും. നാളെ രാത്രിയും ഈ ശിവാലയം ഉണ്ടാവും. നാളെ രാത്രി ശിവരാത്രി ആഘോഷം ഇവിടെ ഉണ്ട്. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ മറ്റുള്ള പരിപാടി, ഇപ്പോൾ ഈ പൂജകൾക്കാണ് ഭയങ്കര വിശേഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തൊക്കെ ഇതുപോലത്തെ വേഷങ്ങളല്ല. പഴയ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു 10-12 വർഷം നമ്മൾ ഓടിയിട്ടുള്ള ആൾക്കാരാണ്. അന്നൊക്കെ ഓട്ടമാണ്, സൈക്കിളും ഓട്ടവും, കാറും വണ്ടിയും ഒന്നുമില്ല. സ്ത്രീകളൊന്നും അന്ന് പോവില്ല. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തം സ്ത്രീകളാണ്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന സ്ത്രീകളാണ് മൊത്തം. ഇന്നിപ്പോൾ രാവിലെ ഒരു 4 മണിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് 4 മണിക്ക് തുടങ്ങിയതിന് ഇന്ന് വൈകിട്ട് കുറവാണ്. വൈകിട്ട് വരുമ്പോൾ ഭയങ്കര തിരക്കാണ്. വൈകിട്ടൊന്നും ഇവിടെയൊക്കെ ഈ 2 മണിക്കൂറുള്ള ക്യൂവിൽ നിൽക്കേണ്ടി വരും. നാളെയും അതുപോലെയാണ്. നാളെ വൈകിട്ട് വരെ അങ്ങനെയാണ്. പണ്ടൊക്കെ ഈ ചുവന്ന വെള്ള തോർത്തും കൊടുത്ത് അതിൽ ചുവപ്പ് പട്ടും കൊടുത്ത് ഗോവിന്ദ ഗോപാല എന്നാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ പണ്ടത്തെ ഐതിഹ്യം നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് സൂണ്ടോറിനൊക്കെ വരം കൊടുത്തുകൊണ്ട് ശിവപെരുമാൻ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടുമ്പോൾ ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ചുകൊണ്ട് ഓടും. ഇവിടുന്ന് ഇങ്ങനെയാണ് നിൽക്കുന്നത്. നട്ടകളത്തിൽ ലാസ്റ്റ് അമ്പലത്തിലാണെങ്കിൽ അവിടെ കൃഷ്ണർ ഫ്രണ്ടിൽ നിന്ന് ശിവനെ മറച്ച് രക്ഷപ്പെടുത്തുന്നതായിട്ടാണ് പണ്ട് പറയുന്നത്. ഇപ്പോൾ വേറെ പലതുമൊക്കെ ഇതിൽ പറഞ്ഞ് കാണുന്നുണ്ട്, പേപ്പറിലൊക്കെ പലതും വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഇവിടെയാണ്, ഞാൻ കോട്ടയത്തായിരുന്നു ജോലി ചെയ്തത്. നമ്മുടെ വീട് ഇവിടെ തന്നെ, ഈ അമ്പലത്തിൻ്റെ ഇത് തന്നെ. നമ്മൾ ചെറുപ്പം തൊട്ടേ ഇവിടെ വരുന്നതാണ്. നമ്മളിപ്പോൾ നിലവത്തും പിന്നെ നമ്മളെന്നും ഇവിടുത്തെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ്. രാഖി, ആചാരം എന്ന് പറയുന്നത് നമുക്ക് പല സ്ഥലത്തിൽ പല ആചാരങ്ങൾ പല പേരിലും പല രീതിയിലും പല ആചാരങ്ങളിലും എല്ലാം പറയുന്നുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ഭക്തരുടെ ഒരു പ്രവാഹം ഈ ക്ഷേത്രത്തിൽ അനുഭവിക്കാൻ കാണാൻ കഴിയുക. അതിനോടനുബന്ധിച്ച് തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായിട്ട് വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 700-ലധികം പോലീസിനെ ഈ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതായത് ഓരോ നിമിഷവും ഇങ്ങനെ ഭക്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കൂട്ടമായി വരുന്നു, അവർ പോകുന്നു, അടുത്ത കൂട്ടം വരുന്നു, അങ്ങനെ പോകുന്നു. അങ്ങനെ ഒരു തുടർന്ന് ഇങ്ങനെ നടന്നുകൊണ്ടേ ഈ ഒരു പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ നാളെ നേരം വെളുക്കുന്നവരെ ഇത്തരത്തിൽ നിരവധി ഭക്തർ ഇവിടേക്ക് എത്തുകയും ഇങ്ങനെ ശിവാലയോട്ടത്തിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരുടെ ക്രമീകരണങ്ങൾ, അവരുടെ സുരക്ഷയ്ക്കായി ആയിട്ടുള്ള ക്രമീകരണങ്ങളും വനിതാ പോലീസിൻ്റെ അടക്കമുള്ള ബറ്റാലിയനുകളെ തമിഴ്നാട് പോലീസ് വിന്യസിച്ചിട്ടുണ്ട്. ഈ പറയുന്ന 12 ക്ഷേത്രങ്ങളുടെ
പരിധിയിൽ, അതായത് ഈ ശിവാലയ ഓട്ടം നടക്കുന്ന പരിധിയിലെല്ലാം അങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു നാട് ഒന്നാകെ ഈ ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ ശിവാലയ ഓട്ടം ചെല്ലുന്ന ആ ഒരു സ്ഥലങ്ങൾ, ഈ ഭക്തരെല്ലാം ഓടിപ്പോകുന്ന സ്ഥലങ്ങൾ, അവിടെ അവർ ഓടിയും നടന്നുമാണ് പോകുന്നത്. അപ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും, ശാരീരികമായിട്ടുള്ള ക്ഷീണമുണ്ടാകും. ആ ക്ഷീണത്തെ അകറ്റാൻ അശ്വതി, നമ്മൾ പ്രശാന്ത് പറഞ്ഞതുപോലെ വൈകിട്ടോടുകൂടി നല്ല തിരക്കാകും കേട്ടോ. രാഗി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രശാന്ത് ചോദിച്ചല്ലോ നമ്മളോട് പുട്ടാണോ കഴിച്ചോന്ന്. രാവിലെ പ്രശാന്ത് പ്രഭാത ഭക്ഷണം എന്തെങ്കിലും കഴിച്ചായിരുന്നോ പ്രശാന്തേ? പ്രശാന്ത് ലൈനിൽ നിന്ന് പോയി എന്ന് തോന്നുന്നു അല്ലേ? രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ അശ്വതി, ഈ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ രാവിലെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. വൈകിട്ടാകുമ്പോൾ മണിക്കൂറുകളോളം നീണ്ട ക്യൂ ആയിരിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ നടന്നും ഓടിയും ഒക്കെയാണ് നേരത്തെ ഈ ശിവാലയ ഓട്ടം നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങളിലായിക്കോട്ടെ ഇതര വാഹനങ്ങളിലായിക്കോട്ടെ സ്ത്രീകളടക്കമുള്ളവർ ശിവാലയ ഓട്ടത്തിന് എത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് ഉണ്ട്, അജിത് ഭാസ്കർ. ഞാനും ആ കമന്റ് ആയിരുന്നു. കാരണഭൂതം ഇത് ശ്രദ്ധിച്ചാൽ ഒരു കൂട്ടയോട്ടം സംഘടിപ്പിക്കും. ചേട്ടൻ നല്ല ഫലിതപ്രിയനാണെന്നാ തോന്നുന്നത്. അദ്ദേഹം ഇത് അറിയണ്ട കേട്ടോ. പിന്നെ അജിത് ഭാസ്കർ വീണ്ടും പറയുന്നുണ്ട് ഗോവിന്ദ, അതായത് നമ്മുടെ പ്രശാന്ത് പറഞ്ഞിരുന്നു ഹരിഗോവിന്ദ എന്ന് ചൊല്ലിക്കൊണ്ടാണ് കൂട്ടയോട്ടം നടത്തുന്നത്. അപ്പോൾ അജിത് ഭാസ്കർ പറയുന്നുണ്ട് ഗോവിന്ദ എന്ന് ചൊല്ലാം DYFI. DYFIക്കാര് അത് പറയുവാണെങ്കിൽ ഓക്കെ ആണെന്ന്. ചേട്ടാ കൊള്ളാം കേട്ടോ, കമന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്.